ഗൂഗിളിന് കോടികളുടെ പിഴ എന്നാണ് പറയുന്നത്. എന്തിനാണ് പിഴ? നമ്മൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്ന മൊബൈൽ ഫോൺ അത് നമുക്ക് ഒരേ സമയം സഹായിയുമാണ് ഉപദ്രവകാരിയുമാണ്. ഇപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സംഗതി നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ ഫോണിൽ അതിന് ഇത്ര രൂപ ഓഫർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പം നമ്മൾ ഒരു പുതിയ കാറ് വാങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, ഒരാളുമായിട്ട് അതിനെ സംസാരിക്കും, ഒന്നും വേണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ കാറിൻ്റെ ഒരു പരസ്യം കണ്ട് നമ്മൾ അതിൽ വെറുതെ ഒന്ന് കണ്ടു, ഒരു 10 നിമിഷ നേരം നമ്മുടെ ഫേസ്ബുക്ക് ഫീഡിൽ വന്ന ഒരു കാറിൻ്റെ പരസ്യം നമ്മൾ കണ്ടുപോയി എന്ന കുറ്റം മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് പിന്നെ കാറിൻ്റെ പരസ്യങ്ങളുടെ ഒരു വലിയ മാല തന്നെ നമ്മുടെ ഫീഡുകളിലേക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇത് സ്വാഭാവികമാണ് അല്ലേ? അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ എന്താ പറയുക, നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ മീഷോയോ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ കയറി നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ വില ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, പിന്നീട് അതിൻ്റെ അത്തരം കാര്യങ്ങളുടെ പ്രളയമാണ്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ എത്ര വലിയ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് എന്തൊക്കെ തിരയുന്നുണ്ടോ, നമ്മളിപ്പോൾ വളരെ സ്വകാര്യമായി ചില കാര്യങ്ങൾ, ഇപ്പോൾ എന്താ പറയുക, വളരെ അതീവ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ അതീവ സ്വകാര്യമായ ഇടത്തിലിരുന്നു കൊണ്ട് നമ്മൾ അതീവ സുരക്ഷിതമാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തെന്നിരിക്കട്ടെ, എന്നിട്ട് നമ്മൾ ആ സൗകര്യപൂർവ്വം അതിൻ്റെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നും ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ അറിയാതെ പോലും ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സെർവർ എന്ന് പറയുന്ന സംഗതി, അതായത് ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ ഇരിക്കുന്നത് ഈ ഗൂഗിളിൻ്റെ അമേരിക്കയിലുള്ള ഓഫീസിലാണ്, അല്ലെങ്കിൽ അവർ അസൈൻ ചെയ്തിട്ടുള്ള സെർവറൊക്കെ ഏതൊക്കെ രാജ്യത്താണോ ആ സെർവറുകളിലൂടെയൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ ഡാറ്റ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് ഏതാണോ അതിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ക്ലൗഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിലോ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതൊക്കെ സൂക്ഷിച്ചിട്ട് അത് നമ്മളുടെ സ്വകാര്യതയാണെന്ന് നമ്മൾ വല്ലപ്പോഴും അഹങ്കരിക്കുന്നുണ്ടാവും. പക്ഷേ വാസ്തവത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ സെർവർ ഇരിക്കുന്ന സ്ഥലത്തെ ആരാണോ ഇത് നിയന്ത്രിക്കുന്ന അവരുടെ കൺമുമ്പിലൂടെയാണ് ഇതെല്ലാം കടന്നു പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിള് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് സ്വകാര്യത, പ്രൈവസി പോളിസി, അത് ഇംഗ്ലീഷ് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ അത് നമുക്കിഷ്ടമുള്ള സാധന സെറ്റിങ്സ് മാറ്റിയിടാം. വേണമെങ്കിൽ നമ്മുടെ പ്രൈവസി ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം, അങ്ങനെ പല സംഗതിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്വകാര്യതയെ അവർ മാനിക്കും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്വകാര്യത സംബന്ധിച്ചുള്ള വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും. പക്ഷേ അമേരിക്കയിൽ ഇപ്പോൾ ഒരു കേസ് വന്നു. അതായത് കഴിഞ്ഞ 2020 ജൂലൈയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ്, ഒരാൾ എടുത്ത കേസല്ല, ഒരു 98 മില്യൺ ഉപഭോക്താക്കൾ ചേർന്ന് ഫയൽ ചെയ്ത ഒരു ഗ്രൂപ്പ്, ഒരു വലിയൊരു ആൾക്കൂട്ടം ഫയൽ ചെയ്ത ഒരു കേസാണ്. അപ്പോൾ അവരുടെ ആക്ഷേപം, ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്, അല്ലെങ്കിൽ പ്രൈവസി കൺട്രോൾ, ഇതൊക്കെ ഓൺ ചെയ്തിട്ടിട്ടും, അതായത് സ്വകാര്യത മാനിക്കണം എന്നുള്ള സാധനം ഓൺ ചെയ്തിട്ടിട്ടും ഗൂഗിള് ഞങ്ങളുടെ സ്വകാര്യതയിൽ കടന്നു കയറി ഞങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ അവർ കവർന്നെടുത്തു, അവർ അത് മറ്റ് ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്ത് 2020 അവിടെ സാൻ ഫ്രാൻസിസ്കോ, ഇത് നടക്കുന്നത് കാലിഫോർണിയ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്റ്റേറ്റാണ്. നമുക്കറിയാമല്ലോ, അമേരിക്ക എന്ന് പറയുന്ന 50ഓളം ചെറു രാജ്യങ്ങൾ ചേർന്ന ഒരു വിശാല കൂട്ടായ്മയാണ് നമ്മൾ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ നാട്ടുരാജ്യങ്ങളുണ്ട്, അതിലൊരു നാട്ടുരാജ്യമാണ് നമ്മുടെ കാലിഫോർണിയ. അപ്പോൾ ആ നാട്ടുരാജ്യത്തിന് അല്ലെങ്കിൽ കാലിഫോർണിയ സ്റ്റേറ്റിന് അവരുടേതായ നിയമങ്ങളുണ്ട്, അവരുടേതായ കോടതികളും ഉണ്ട്. അപ്പോൾ അവിടെ സാൻ ഫ്രാൻസിസ്കോയിലെ സ്വകാര്യതാ നിയമപ്രകാരം ഗൂഗിളിൻ്റെ ഈ നടപടി നിയമലംഘനമാണെന്ന് കാട്ടിക്കൊണ്ടാണ് ഈ 98 മില്യൺ ഉപഭോക്താക്കൾ കോടതിയെ സമീപിച്ചത്. ഇത് 2020 ജൂലൈയിലാണ് ഈ കേസ് ഫയൽ ചെയ്തതെങ്കിലും കോടതി സൗകര്യപൂർവ്വം ഒരു കാര്യം ചെയ്തു. കുറച്ച് കാലത്തെ 2016 മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള ഗൂഗിളിൻ്റെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് കോടതി പരിശോധിച്ചു. അങ്ങനെയാണ് ഗൂഗിളിന് 8ന്റെ പണി കിട്ടിയത്. അങ്ങനെ കോടതിക്ക് ബോധ്യമായി ഈ ഗൂഗിള് ഉപഭോക്താക്കളുടെ സ്വകാര്യത സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അടിച്ചു മാറ്റുന്നുണ്ട്, എന്നിട്ട് അത് മറ്റു പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഓരോ സ്ഥാനത്തെക്കുറിച്ച് തിരയുമ്പോൾ
നമ്മൾ തിരഞ്ഞ സാധനം ആ കമ്പനി എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മധ്യവർത്തിയായിട്ട് നിൽക്കുന്ന ഗൂഗിളോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ആരാണെങ്കിലും നമ്മളുടെ വിവരങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഗൂഗിളും അത്തരത്തിലുള്ള പരിപാടി ചെയ്തു എന്നുള്ളതാണ് കോടതിക്ക് ബോധ്യമായത്. അങ്ങനെ ഗൂഗിളിന് ഒരു ഭീമമായ നഷ്ടപരിഹാര തുക ശിക്ഷയായിട്ട് വിധിച്ചു. $425 മില്യൺ നഷ്ടപരിഹാര തുകയായിട്ട് അടയ്ക്കേണ്ടത്. ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ അത് 3500 കോടി രൂപ വരും. ഈ കേസ് ഫയൽ ചെയ്ത ആൾക്കാർ ആവശ്യപ്പെട്ടത് $31 ബില്യൺ. അതായത് ഇപ്പോൾ അനുവദിച്ച നഷ്ടപരിഹാര തുകയുടെ എത്രയോ ഇരട്ടിയാണ്. പക്ഷെ കോടതി ഇതിൽ കണ്ടെത്തി, ഇതിൽ ഗൂഗിള് ബോധപൂർവം ഇവരുടെ സ്വകാര്യത അടിച്ചു മാറ്റണമെന്ന് കരുതി ബോധപൂർവം ചെയ്ത നടപടിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് സ്വകാര്യതാ ലംഘനം നടന്നിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യമായി. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് മാത്രം ഈ പറയുന്ന രീതിയിൽ ഒരു $425 മില്യൺ കേസ് ഒതുക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗൂഗിള് ഒരു വിശദീകരണവുമായിട്ട് വന്നു. അവർ പറഞ്ഞത് ഞങ്ങളുടെ പ്രൈവസി പോളിസി സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറ്റമറ്റതാണ്. പക്ഷേ ആ സംവിധാനങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കോടതിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പിഴ ഞങ്ങൾക്ക് ഇത്തരത്തിൽ പിഴ ചുമത്തിയത്. സ്വാഭാവികമായിട്ടും ഈ ഉത്തരവിനെതിരെ ഞങ്ങൾ അപ്പീൽ പോകും എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ പ്രാഥമികമായ മറുപടി വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഗൂഗിള് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ ഈ സൂക്ഷിച്ച അല്ലെങ്കിൽ ഞങ്ങൾ ഈ എടുത്ത സ്വകാര്യത സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളല്ല. പകരം ഈ ഞങ്ങൾ വിവരങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് വളരെ സുരക്ഷിതമായ സെർവറുകളിലാണ് ഞങ്ങളത് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ പറയുന്ന സെർച്ച് ചെയ്ത ആൾക്കാരുടെ ഐഡൻറ്റിറ്റി, അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ വളരെ അതീവ സ്വകാര്യമായിട്ടുള്ള അവരുടെ മേൽവിലാസങ്ങളടക്കമുള്ളവ ഒന്നും ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടില്ല. ഈ ഗൂഗിൾ ആക്ടിവിറ്റി, അതായത് നമ്മൾ ഗൂഗിളിലൂടെ എന്തൊക്കെ തിരഞ്ഞു, ചിലപ്പോൾ വളരെ ഗോപ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞിട്ടുണ്ടാവും. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ ഡേറ്റോ അതിൻ്റെ നാൾ വഴിയോ ഒന്നും ഞങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് ഗൂഗിൾ വാദിക്കുന്നുണ്ട്. പക്ഷേ കോടതി ഇതൊന്നും വിലക്കെടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗൂഗിളിന് ഇത് ആദ്യത്തെ പരിപാടിയല്ല. നേരത്തെയും ഈ ടെക്സാസിലെ സ്റ്റേറ്റിൽ ഏതാണ്ട് ഈ വർഷം ആദ്യം ഇതേ സമാന സ്വഭാവമുള്ള മറ്റൊരു കേസ് വന്നു. ഇതേ കാറ്റഗറിയിൽ തന്നെ സ്വകാര്യത ലംഘിക്കുന്നതായിട്ട് ഗൂഗിൾ കണ്ടെത്തിയതായിട്ട് ടെക്സാസ് കോടതിയിലൊരു കേസ് വന്നു. അതിലും ഗൂഗിളിന് തിരിച്ചടി ഉണ്ടായി. അവിടെ നൽകേണ്ടി വന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലാണ്. $1.4 ബില്യൺ വലിയ കൂറ്റൻ നഷ്ടപരിഹാരമാണ് ഗൂഗിളിന് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ പിന്നീട് വേറൊരു കോടതി വിധിയിൽ വന്ന പ്രകാരം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ ഗൂഗിൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വലിയ അളവിലുള്ള, അതായത് ബില്യൺ കണക്കിന് റെക്കോർഡ്സ്, ഈ ഡാറ്റ, അതൊക്കെ നശിപ്പിച്ച് കളയേണ്ടി വന്നു ഗൂഗിളിന്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വളരെ എളുപ്പ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ നമ്മുടെ ഫോണിലോ മറ്റു കാര്യങ്ങളിലോ പല വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പല വിവരങ്ങൾ നമ്മൾ തിരയുന്നുണ്ടാവും. ഇതെല്ലാം നമ്മുടെ അതീവ രഹസ്യമായിട്ട് സ്വകാര്യമായിട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് മറ്റേ മൂന്നാം കണ്ണ് വീക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഗൂഗിള് ചില ഉഡായിപ്പ് പരിപാടിയൊക്കെ എൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ അതായാലും പിഴ ചുമത്താനായിട്ടുള്ള വിധി വന്നു. നമുക്ക് അത്രയും അനുഭവം ഉണ്ടായാൽ കോടതിയെ സമീപിച്ചാൽ എന്തായിരിക്കും അതിന് കിട്ടുന്ന മറുപടി എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഗൂഗിൾ അതേപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വാർത്ത നമുക്ക് നൽകുന്ന സന്ദേശം.